നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നമം ഗുരുരാജനാദിച്ച ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ. നാം ഇപ്പോൾ കർമ്മയോഗത്തിൻ്റെ അവസാന ഭാഗം, 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച് നിർത്തിയത് അധ്യാത്മ വിചാരത്തിന് അല്ലെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹത്തിന് 8 കാര്യങ്ങൾ ആവശ്യമാണെന്ന് യോഗദർശനത്തിൽ പതഞ്ജലി മഹർഷി പറഞ്ഞതാണ് ശ്രദ്ധിച്ചത്. അതിൽ യമം, നിയമം എന്നിങ്ങനെ ഒന്നാമത്തെ യമം എന്താണെന്ന് നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. നിയമം എന്നത് ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിവയാണ് നിയമം. ഇതിൽ ശൗചം എന്ന് പറഞ്ഞാൽ ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം, മനസ്സിനും ശരീരത്തിനും ശുദ്ധി വരുത്തുക. പിന്നീട് സന്തോഷം, എന്ത് കിട്ടുന്നുവോ അതിൽ സന്തുഷ്ടനായിരിക്കുക എപ്പോഴും, അതാണ് സന്തോഷം. എനിക്ക് അത് കിട്ടിയില്ല, അത് കുറഞ്ഞു പോയി, അങ്ങനെ ചിന്ത വരാതെ എന്ത് നമുക്ക് കിട്ടുന്നുവോ അതിൽ സന്തോഷം കൊണ്ട്, മാനസിക സന്തോഷം കണ്ടെത്തിയാൽ സന്തോഷം. ശീതോഷ്ണാദി ദ്വന്ദ്വങ്ങളെ സഹിക്കുന്നതാണ് തപസ്. ചൂടായാലും തണുപ്പായാലും അതിനെ സഹിക്കുന്നതാണ് തപസ്. വേദം, വൈദിക ഗ്രന്ഥങ്ങൾ, ഉപനിഷത്തുക്കൾ എന്നിവ യുക്തിപൂർവം പഠിക്കുന്നതാണ് സ്വാധ്യായം. വൈദിക ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ബുദ്ധിപൂർവം മനസ്സിലാക്കി പഠിക്കുന്നതാണ് സ്വാധ്യായം. അടുത്തത് ഈശ്വര പ്രണിധാനം. സത്യാദി ഗുണങ്ങളാൽ ഈശ്വരൻ്റെ സ്വരൂപ ചിന്ത നടത്തുന്നതാണ് ഈശ്വര പ്രണിധാനം. ചെയ്യുന്നതെല്ലാം സത്യമായിരിക്കണം. വേറൊരു അസത്യങ്ങളായ കാര്യങ്ങളൊന്നും ആചരിക്കാതെ പ്രവർത്തിക്കാതെ സത്യാദി ഗുണങ്ങളാൽ ഈശ്വരൻ്റെ സ്വരൂപ ചിന്ത നടത്തുന്നതാണ് ഈശ്വര പ്രണിധാനം. അടുത്തത് യമം കഴിഞ്ഞ് നിയമം കഴിഞ്ഞ് അടുത്തത് ആസനം. അത് നമ്മൾ യോഗാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ പത്മാസനം തുടങ്ങി ചെയ്യുന്ന ആസനങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് ആസനം. 4, പ്രാണനുകളെ സ്ഥിരമാക്കുന്നത്, പ്രാണായാമം ചെയ്യുക. ഒരു ദിവസം ഒരു 10-11 ആവർത്തിയെങ്കിലും പ്രാണായാമം ചെയ്യുക, അതാണ് പ്രാണായാമം. അത് കഴിഞ്ഞ് വരുന്നത് പ്രത്യാഹാരം. എന്താണ് പ്രത്യാഹാരം? രൂപാദി വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ തടഞ്ഞു നിർത്തുന്നതാണ് പ്രത്യാഹാരം. ഒരു കാര്യം കണ്ടു, അതിൻ്റെ രൂപാദി വിഷയങ്ങളിലേക്ക് പോയി അതിനെപ്പറ്റി ചിന്ത ചെയ്യാതെ ആ ചിന്തയെ തടഞ്ഞു നിർത്തുന്നതാണ് പ്രത്യാഹാരം. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? ഈശ്വരനെ മനസ്സിൽ നിറയ്ക്കുക, അതിന് ധാരണ എന്ന് പറയും. ഈശ്വരൻ എപ്പോഴും ഏത് സമയത്തും ഈശ്വര ചിന്ത മാത്രം. ഒരു ഗാനമുണ്ടല്ലോ, ഈശ്വര ചിന്തയിരുന്നേ മനുഷ്യന് ശാശ്വതമേ ഇളകൽ എന്നുപോലെ എന്ന് പറഞ്ഞാൽ അതേ ആ വരികൾ അർത്ഥമാക്കുന്ന പോലെ ഏത് സമയത്തും ഈശ്വര ചിന്ത, അതാണ് ധാരണ. ഇനി എന്താണുള്ളത്? ധാരണ കഴിഞ്ഞാൽ സച്ചിദാനന്ദാദി ലക്ഷണയുക്തമായ ബ്രഹ്മത്തെ ഈശ്വര വ്യതിരിക്തമായ വൃത്തികളിൽ നിന്ന് അകറ്റി ഏകനം അദ്വൈതവുമായ ഈശ്വരനെ, ഈശ്വര സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നത് ധ്യാനമാകുന്നു. അതായത് ധ്യാനം, ധാരണ കഴിഞ്ഞാൽ ധ്യാനമാണ്. എങ്ങനെയാണ് ധ്യാനം എന്നാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പത്മാസനം അങ്ങനെയുള്ള ആസനങ്ങളില്ലെന്ന് നമുക്ക് ധ്യാനത്തിലേക്ക് പോകാം. സച്ചിദാനന്ദാദി ഈശ്വരൻ്റെ ലക്ഷണയുക്തമായ ബ്രഹ്മത്തെ ഈശ്വര വ്യതിരിക്തമായ വൃത്തികളിൽ നിന്ന്, എന്നാൽ ഈശ്വരീയമല്ലാത്ത വൃത്തികളിൽ നിന്ന് അകറ്റി സത്ചിന്തകളിൽ, അതായത് സത്സംഗങ്ങൾ മാത്രം, ദുർസംഗമില്ലാതെ ഏകനും അദ്വൈതവുമായ ഈശ്വര സ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നതാണ് ധ്യാനം. ഇനി ഒരു കാര്യം കൂടെ ആകുമ്പോൾ 8ാമത്തെ കാര്യം. ഇപ്പോൾ 7 കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തത് സമാധിയാണ്. 8ാമത്തത് ധ്യാനത്തിൻ്റെ വിശേഷ അവസ്ഥയിൽ ധ്യാനിക്കുന്നവൻ്റെയും ധ്യാന പ്രക്രിയയുടെയും സ്വരൂപമില്ലാതായി ധ്യാന വിഷയമായ പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്ന പ്രതീതി ഉണ്ടാകുന്നു. ഇതാണ് സമാധി.
എന്താണ്? സമാധിയെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇരുന്ന് മരിച്ചു പോകുന്ന സമാധിയാണെന്ന് പറയുന്നുണ്ട്. അതിനും അപ്പുറമുള്ളൊരവസ്ഥയാണ്. ധ്യാനത്തിൻ്റെ വിശേഷം, നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുന്നതിൻ്റെ ആ വിശേഷാവസ്ഥയിൽ, അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ ധ്യാനിക്കുന്നവൻ്റെയും ധ്യാന പ്രക്രിയയുടെയും സ്വരൂപം ഇല്ലാതായി ധ്യാന വിഷയമായ പരമാത്മാവ് മാത്രമേ ഉള്ളൂ എന്ന പ്രതീതി നമുക്കുണ്ടാകുന്നു. ഇതാണ് സമാധി. ഇത്രയും യോഗദർശനത്തിൽ പതഞ്ജലി മുനി പറഞ്ഞ കാര്യങ്ങളാണ്. വേദങ്ങളും ഇതേ കാഴ്ചപ്പാട് സുഭദ്രമായി അവതരിപ്പിക്കുന്നുണ്ട്. ഗുരുകുലത്തിൽ നിന്ന് വേദാഭ്യാസവും യോഗ ആചരണവും കൈമുതലാക്കിയ ശ്രീകൃഷ്ണൻ യോഗേശ്വരനായി മാറി കഴിഞ്ഞയാളാണ്. അദ്ദേഹം കർമ്മയോഗം ഇവിടെ ഉപദേശിക്കുമ്പോൾ ആ വൈദിക പരമ്പര അപ്പാടെ അവതരിപ്പിക്കപ്പെടുകയാണ് ഇവിടെ. ഇതേ കാര്യം ഭഗവത്ഗീതയിൽ തന്നെ അദ്ദേഹം 6-ാം അധ്യായത്തിൽ സുവ്യക്തമായി പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ നമുക്ക് ഇത് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ കർമ്മയോഗാധ്യായം ഇവിടെ കഴിയുന്നു. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണ അർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോ അധ്യായ. അങ്ങനെ 3-ാം അധ്യായം സമാപിച്ചു. ഏവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മുതൽ നമുക്ക് 4-ാം അധ്യായം ആരംഭിക്കാം. ഏവർക്കും ശുഭ സുദിനം നേരുന്നു. നല്ലൊരു ദിവസം സർവീസിന് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.